തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അത് സന്തോഷ് ചേട്ടൻ്റെ FBയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ്. ഞാനതൊന്ന് വായിക്കട്ടെ. I seriously feel crushed towards media Django Space anchor girl who interviewed Alinjos Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ. She is intelligent as well as beautiful. I tried to get her phone number but didn't get. If that girl is interested in me, that girl can contact me. From engineer, philosopher, writer, researcher, reviewer, actor, anchor, etc. R.R. Santosh. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. ഞാൻ നിങ്ങളുടെ നമ്പർ കിട്ടാൻ കുറെ ശ്രമിച്ചു, കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. പ്രണയം ലീഡിങ് ടു മാരേജ്. പ്രണയം ലീഡിങ് ടു മാരേജ്. ഈ അച്ഛന്റെ ഒരു കാര്യം, ഒരു വട കഴിക്കണം, ബോണ്ട കഴിക്കണം, ഊണ് കഴിക്കണം എന്നൊക്കെ പറയുന്ന പോലെ സില്ലിയായിട്ടല്ലേ ഒരു കല്യാണം കഴിക്കാൻ പറയുന്നത്. സന്തോഷ് സാർക്ക് അത്ര മോശക്കാരനാണോ? മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഐഡന്റിറ്റിയില് ഒരാൾ ഇഷ്ടപ്പെട്ടത് മോശം. നിന്റെ മകളാകാൻ പ്രായമില്ല അവക്ക്. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? കാരണം ചേട്ടൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? അത് ഏത് പെണ്ണുങ്ങൾ കണ്ടാൽ അങ്ങനെയാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ട്രൂ ലവ് ഉണ്ടാവുമ്പോ ലോകത്തുള്ള സകല പെൺപിള്ളേരോട് എനിക്ക് ട്രൂ ലവ് ആണ്. ഒരുപാട് പെൺകുട്ടികളോട് എല്ലാം വൺ സൈഡഡ് ആയിരുന്നു. ഓക്കെ, വൺ സൈഡ് ആയിരുന്നു. ചേട്ടൻ ഇതിനു മുമ്പും ഒരു പ്രമുഖ നടിയോട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ആളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയോടെ കേട്ടിട്ടുണ്ട്. നിത്യാമേനൻ. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. ഉത്തരം നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ വളരെ പെയിൻഫുൾ ആയിരിക്കും. അത് ചോദിക്കണമല്ലോ, അപ്പോഴല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുക. നമ്മൾ ഇന്ററാക്ട് ചെയ്ത ശേഷം പറഞ്ഞാൽ മതി. കുറച്ചാൾ ഇന്ററാക്ട് ചെയ്ത ശേഷം എന്നെ മനസ്സിലാക്കി തമ്മിൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം ആണോ? ഇപ്പം മറുപടി വേണമല്ലോ. അല്ല, ഇപ്പൊ മറുപടി നെഗറ്റീവ് ആണെങ്കിൽ എന്നെ കുറിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ചുട്ട പട കിട്ടാത്തത് കൊണ്ട്. അല്ല, ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ടൈം തരും, അത്രേ പറയാനുള്ളൂ. ജസ്റ്റ് ഇന്ററാക്ട് ചെയ്ത് നോക്കൂ. എങ്ങനെ ഇന്ററാക്ട് ചെയ്യാനാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സോറി, ഈ പ്രേമലഹരി മൂത്തപ്പോ ഒരു വെപ്രാളം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫ്, നിങ്ങളുടെ ഡ്രീം എന്താണ്? ലൈഫ് പാർട്ണർ എന്താണ്? ലൈഫ് പാർട്ണർ ഡ്രീം അല്ലെങ്കിൽ പ്രണയിക്കുക, അങ്ങനെ ഒരു ഡ്രീം എന്താണ്? ഡ്രീം എന്താണ്? എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾ ആഗ്രഹിക്കണം? കാരണം എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. സിറ്റിയിൽ ചെല്ലാനും ബാങ്ക് മാനേജർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആളോട് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ? കാരണം അതിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ഞാൻ എന്ത് ലൈഫാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എൻ്റെ പാർട്ട്ണറോട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്തിന് ഞാൻ സന്തോഷ് വർഗമായിട്ട് ഡിസ്കസ് ചെയ്യണം? യു ആർ വെരി ബോൾഡ്. ഒത്തില്ല. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഒരു വിവാഹത്തിലേക്കൊന്നും പോകാനും എനിക്ക് താല്പര്യമില്ല. ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ചേട്ടനോട് പ്രണയം തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തോന്നുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം, അതിൽ ഫോക്കസ് ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. നിത്യാമേന കേസിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. അപ്പോഴേക്കും എനിക്ക് മറക്കാൻ ബുദ്ധിമുട്ടായ മനസ്സിൽ ഒരുപാട് വളർന്നു. இன்னைக்கும் அதே மாதிரி பேசிட்டு இருந்தாங்கன்னா I'm telling you பினாய், நான் நிஜமாவே கத்தி எடுத்துருவேன். அப்புறம் ரத்தத்தை பார்த்துட்டு தான் அதை வைக்க வேண்டிய இடத்துல வைப்பேன். നിങ്ങളെ കേസിലാണ് നടന്നില്ല. ഇന്നലെ ഒരു വർഷം മാത്രമേ, ഇന്നലെ ഇൻസ്റ്റയിലൊന്ന് നോക്കി, ഇന്നലെ ഒരു വർഷം മാത്രമേ സ്വപ്നം കണ്ടുള്ളൂ. ഓക്കെ, നല്ല കാര്യമല്ലേ? പെയിൻഫുൾ ആണെങ്കിലും നല്ല കാര്യമാണ്. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം.